ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോർ കീപ്പിംഗ് ആണ്. സ്റ്റോർ ചെയ്യേണ്ടത്, അതായത് ഓരോ കൺസ്ട്രക്ഷൻ വർക്കിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറാണ് ചെയ്യാറ്. എന്നിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്, അതായത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് ആവശ്യാനുസരണം സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എങ്ങനെ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യേണ്ട ഇതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The cost of material is one of the largest elements of cost. ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. പ്രോപ്പർ സ്റ്റോറിങ് ഓഫ് മെറ്റീരിയൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെൻറ്റ് ലോസസ് ഫ്രം ഡാമേജസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് അതിന് ഡാമേജ് ഒന്നും സംഭവിക്കാതെ അല്ലെങ്കിൽ കേടുപാടുകളോ നശിച്ചു പോവാതെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, the store must therefore be properly organized and equipped for the handling of raw material. അതുകൊണ്ട് തന്നെ സ്റ്റോർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവണം, അതായത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് മെറ്റീരിയൽസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പ്രോപ്പർ വേയിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഐഡിയൽ സ്റ്റോക്ക് ലെവൽ മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ഫോർ എവറി ഐറ്റം ഓഫ് റോ മെറ്റീരിയൽ സോ ദാറ്റ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗെറ്റ് ദെയർ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ ടൈം. ഒരു ഐഡിയൽ സ്റ്റോക്ക് ലെവൽ എപ്പോഴും സ്റ്റോർ മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യണം. അതായത് കൂടുതലുമല്ല കുറവല്ല, ഒരു ആവറേജ് രീതിയിൽ എല്ലാ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്കും എപ്പോഴും സ്റ്റോർ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമനുസരിച്ച് നമുക്ക് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനും പറ്റും. അവരുടെ വർക്കിന് അത് ഡിലേ വരുത്തൊന്നും ചെയ്യില്ല. ഓക്കെ, ആൻഡ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് അൺനെസസറിലി ലോക്ക്ഡ് അപ്പ് ഇൻ ഓവർ സ്റ്റോക്കിംഗ്. ഓവറായിട്ടുള്ള സ്റ്റോക്കിങ് കാരണം കേടുപാടുകളും സംഭവിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുകയും ചെയ്യുക. കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടാനുള്ള ആ ഒരു ടൈം ലാഗ് വരുമ്പോൾ അത്രയും നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. മോറോവർ, ഓവർ സ്റ്റോക്കിംഗ് എൻഹാൻസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റിനെ അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. However, the store department should be under the control of a technically qualified store officer. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ഓഫീസറുടെ കൺട്രോളിലായിരിക്കണം എപ്പോഴും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് എ സ്റ്റോർ കീപ്പറാണ്. ഒരു സ്റ്റോർ കൺട്രോൾ ചെയ്യുന്ന സ്റ്റോർ കീപ്പറുടെ ഫങ്ഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. The storekeeper is a responsible person and should be placed in a high position in the management hierarchy since he has to control the store from every point of view. സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നത് വളരെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആൻഡ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ ഹൈ പൊസിഷൻ ഇൻ ദ മാനേജ്മെൻറ്റ് ഹൈറാർക്കി ലെവൽ. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേജിലുള്ള പൊസിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹൈ പൊസിഷനിൽ നിൽക്കേണ്ട ഒരാൾ തന്നെയാണ് സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹി ഹാസ് ടു കൺട്രോൾ ദ സ്റ്റോർ ഫ്രം എവറി പോയിൻ്റ് ഓഫ് വ്യൂ. ഏതൊരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റോർ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റോർ കീപ്പറാണ്. ഓക്കെ, ഹീ ഈസ് എക്സ്പെക്റ്റഡ് ടു ഹെൽപ്പ് ദ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഇറ്റ്സ് എഫക്റ്റീവ് ഫങ്ഷനിങ്. സ്റ്റോർ കീപ്പറാണ് ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എങ്ങനെ വരണം എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് മെറ്റീരിയൽസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ ഓവറോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് ഡാമേജസ് ഒക്കെ കുറക്കാം. അതാണ് പറയുന്നത് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ എഫക്റ്റീവ് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റോർ കീപ്പറാണെന്നുള്ളത്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സ്റ്റോർ കീപ്പർ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കുക, ടു റിസീവ് ദ മെറ്റീരിയൽസ് ഫ്രം റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നും മെറ്റീരിയൽസ് റിസീവ് ചെയ്യുക, അതായത് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ടു മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് സ്റ്റോർ. സ്റ്റോറുള്ള ഓരോ മെറ്റീരിയൽസിൻ്റെയും
റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. എത്ര ഓരോ മെറ്റീരിയലും ഇഷ്യൂ ചെയ്തത് എന്നാണ്, ഇനി സപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നാണ്, അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, വെയിറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ടു മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. സപ്ലൈ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഏതൊരു മെറ്റീരിയലിനും പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, സ്റ്റോറേജ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കുക, ടു ഇഷ്യൂ മെറ്റീരിയൽസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എഗെയിൻസ്റ്റ് പ്രോപ്പർ ആൻഡ് ഓതറൈസ്ഡ് റിക്വസിഷൻ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ആവശ്യാനുസരണം പ്രൊവൈഡ് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. To keep an eye on different stock levels and issue purchase requisition to the purchase department in time. ഓരോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്കും ഇടയ്ക്കിടയ്ക്ക് കണക്കെടുപ്പ് എടുക്കുക, സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക, കണക്കെടുപ്പുകൾ എടുക്കുക, ഏതൊക്കെയാണ് കുറവ് ഏതൊക്കെയാണ് കൂടുതലുള്ളത് നോക്കുക. കുറവുള്ള സാധനങ്ങൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ലിസ്റ്റ് കൊടുത്തിട്ട് അറിയിക്കുക, ഇന്ന സാധനങ്ങൾക്ക് കുറവുണ്ട്, അത് എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ടു റിപ്പോർട്ട് ഓൺ വേസ്റ്റ്, സ്ക്രാപ്പ് ആൻഡ് ഒബ്സോളീറ്റ് സ്റ്റോക്ക്. അതായത് വേസ്റ്റേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയത്, അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ സർപ്ലസ്, അതായത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് പേഴ്സൺ ഫ്രം എൻറ്ററിങ് ദ സ്റ്റോർ. സ്റ്റോർ കീപ്പർ അല്ലാതെ വേറെ ആരും സ്റ്റോറിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണ് സ്റ്റോറിൽ കയറിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക. ടു കീപ് സ്റ്റോർ ക്ലീൻ ആൻഡ് ടൈഡി. എപ്പോഴും സ്റ്റോർ ക്ലീൻ ചെയ്തിട്ട് വെക്കുക. ടു മേക്ക് സ്യൂട്ടബിൾ അറേഞ്ച്മെൻറ്റ് ഫോർ മെയിൻ്റനൻസ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ദ മെറ്റീരിയൽസ് ഡ്യൂറിങ് സ്റ്റോറേജ്. അതായത് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് കൊടുക്കുക, മെയിൻ്റനൻസ് കൊടുക്കുക. അപ്പോൾ മെഷീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്തിട്ട് മെയിൻ്റനൻസ് കൊടുക്കുക, ഓയിലൊക്കെ കൊടുത്തിട്ട് മെയിൻ്റനൻസ് കൊടുക്കുക. ചില മെഷീൻസൊക്കെ എപ്പോഴും വാഷ് ചെയ്ത് അല്ലെങ്കിൽ പൊടിയൊക്കെ തട്ടി റെഡിയാക്കി വെക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക, തുരുമ്പ് പിടിക്കാതൊക്കെ നോക്കുക. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ നോക്കുക, ടു ടേക്ക് ബാക്ക് സർപ്ലസ് മെറ്റീരിയൽസ് റിട്ടേൺ ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഷോപ്പ്. നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഫ്ലോറിൻ്റെ കേസിലൊക്കെ ടൈലും കാര്യങ്ങളൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഷോപ്പിലോട്ട് തന്നെ അത് റിട്ടേൺ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക. സ്റ്റോർ കീപ്പിംഗ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. സ്റ്റോർ കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് ഒരു സ്റ്റോർ കീപ്പറുടെ ഫങ്ഷൻസ്, സ്റ്റോർ കീപ്പർ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. Efficient and speedy issue of materials and tools to production department, which is absolutely necessary for increased production. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അത്യാവശ്യമുള്ളതും അതുപോലെ തന്നെ ആവശ്യമനുസരിച്ച് സാധനങ്ങൾ എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്ത് കൊടുക്കുക, സ്പീഡായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുക, ഡിലേ ഒന്നും വരുത്താതിരിക്കുക. ഓക്കെ. റെസിപ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം ഗുഡ്സ് റിസപ്ഷൻ ആൻഡ് ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. മെറ്റീരിയൽസ് കൊടുത്തതിൻ്റെ ഒക്കെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കയ്യിൽ വെക്കുക, കയ്യിൽ സൂക്ഷിക്കുക. ഓർഗനൈസിങ് സ്റ്റോറേജ് ഇൻ ലോജിക്കൽ സീക്വൻസ് സോ ആസ് ടു എൻഷുർ ദാറ്റ് ഓൾ ഐറ്റംസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് പ്രിസൈസ്ലി ആൻഡ് സ്റ്റോറേജ് സ്പേസ് ഇസ് യൂസ്ഡ് എക്കണോമിക്കലി ആൻഡ് എഫക്റ്റീവ്ലി. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട, എപ്പോഴും അത്യാവശ്യം വരുന്ന സാധനങ്ങളും വല്ലാണ്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. എപ്പോഴും ആവശ്യം വരുന്ന സാധനങ്ങൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വെക്കുക. എക്കണോമിക്കലായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് വൺ നോക്കുക, ഓർഗനൈസിങ് സ്റ്റോക്ക് ചെക്സ് either on a continuous or a periodic basis so as to be able to provide accurate stock figures when required. സ്റ്റോക്ക് ചെക്ക് ചെയ്യുക, പീരിയോഡിക്കലായിട്ടും ചെക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോഴും ചെക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് സ്റ്റോക്ക് എത്രയെന്നുള്ളത് എണ്ണ എടുക്കുക. കുറവുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. കൂടുതലുള്ളത് അത് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും നോക്കുക. പ്രൊട്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ഫ്രം ഡാമേജ് ആൻഡ് ഡിറ്റീരിയേഷൻ. അതായത് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന മെറ്റീരിയൽസ് കേടുപാടുകൾ സംഭവിക്കുന്നു, അതുപോലെ തന്നെ കാലഹരണപ്പെട്ടു പോകുന്നതൊക്കെ എന്ത് ചെയ്യുക, തടഞ്ഞിട്ട് അവയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക.
ആൻഡ് സെക്യൂറിങ് ദ സ്റ്റോർ ഫ്രം പിൽഫയറിങ്, തെഫ്റ്റ് ആൻഡ് ഫയർ. ആരെങ്കിലും മോഷ്ടിക്കുന്നതോ ഫയർ ഡാമേജസ് വരുന്നതോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ സ്റ്റോറിനെ എപ്പോഴും സെക്യൂർ ചെയ്യാം. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് സ്റ്റോർ ലേഔട്ട്. സ്റ്റോർ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, സ്റ്റോറിൻ്റെ ലേഔട്ട് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്, സ്റ്റോർ കീപ്പിംഗ് എവിടെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ദ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് കൺവീനിയൻ്റ്ലി ബി ലൊക്കേറ്റഡ് സോ ദാറ്റ് it can receive materials from the supplier and issue materials to the production department without making much delay. അതായത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മെറ്റീരിയൽസ് സപ്ലൈ കൊടുക്കുന്നതും അതിലൊരു ഡിലേ വരുത്താത്ത ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റോർ സെറ്റ് ചെയ്യാൻ. ഇറ്റ് മസ്റ്റ് ഹാവ് ഈസി ആക്സസ് ടു എനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഫാക്ടറി ടു മിനിമൈസ് എക്സ്പെൻസ്. ഏത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും പെട്ടെന്ന് ആക്സസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം സ്റ്റോർ സെറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ. And so it is desirable that store should be located centrally to discharge its responsibilities efficiently. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വേണം സ്റ്റോർ സെറ്റ് ചെയ്യാൻ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും പെട്ടെന്നുള്ള ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ. ഇൻ ലാർജ് ഫാക്ടറീസ് ഹാവിങ് മെനി ഡിപ്പാർട്ട്മെൻറ്റ്സ്, the store cannot be situated in a place from where materials can conveniently be delivered, and at the same time its location shall be near the receiving department. So it is necessary to set up sub-stores situated conveniently to serve a particular part of the organization. ചില വലിയ ഫാക്ടറികളുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടി സെൻട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റോർ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കുറച്ച് മാറ്റിയിട്ട് ഓരോ സബ് സ്റ്റോറുകൾ കീപ്പ് ചെയ്യുക. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് ഓരോ സബ് സ്റ്റോറുകൾ കീപ്പ് ചെയ്യുക. ഈ മെയിൻ സ്റ്റോറിൽ നിന്നും ആവശ്യമനുസരിച്ച് മെറ്റീരിയൽസ് സബ് സ്റ്റോറുകളിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. ദ ലേഔട്ട് ഓഫ് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് റിക്വയർസ് തോട്ട്ഫുൾ കൺസിഡറേഷൻ. നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നമ്മുടെ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ. റാക്സ്, ബിൻസ്, ഷെൽഫ്സ് എക്സെട്ര അതായത് മസ്റ്റ് ബി അറേഞ്ച്ഡ് ഫോർ ഈസി ആക്സസ്. ഓരോ മെറ്റീരിയൽസും സ്റ്റോർ ചെയ്യാൻ റാക്കുകൾ, അതുപോലെ തന്നെ ഷെൽഫ്സും കാര്യങ്ങൾ, ബിൻസൊക്കെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്, പെട്ടെന്ന് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ദർ മസ്റ്റ് ബി ഇനഫ് പ്രൊവിഷൻ ഫോർ ഓപ്പൺ സ്പേസ് ഫോർ ദ പാസേജ് ഓഫ് ട്രക്സ്. അതുപോലെ തന്നെ സ്റ്റോറിൻ്റെ ഉള്ളിലോട്ട് ട്രക്കുകളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസേജിന് വേണ്ടിയിട്ടുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിരിക്കണം. സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് വിച്ച് ആർ എഫക്റ്റഡ് ബൈ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ്. അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ് അതായത് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ അറ്റാക്ക് കാരണം കേടുവന്നു പോകുന്ന മെറ്റീരിയൽസൊക്കെ എന്ത് ചെയ്യുക, വേറൊരു രീതിയിൽ നല്ല രീതിയിൽ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ് വിച്ച് കനോട്ട് ബി കെപ്റ്റ് ഇൻ റാക്സ് ഓർ ബിൻസ് ആർ ടു ബി കെപ്റ്റ് ഓൺ ഫ്ലോർ. ഹെവി അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള, അതായത് ഇപ്പോൾ സാൻഡ് അല്ലെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്കെപ്പോഴും ഓരോ ഷെൽഫുകളിലായിട്ടോ റാക്കുകളിലായിട്ടൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതാണ്, ഫ്ലോറിൽ തന്നെ കീപ്പ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇൻ ദാറ്റ് കേസ് ദ ഏരിയ ഓഫ് ദ ഫ്ലോർ വേർ ദീസ് മെറ്റീരിയൽ ആർ ടു ബി കെപ്റ്റ് ഷുഡ് ബി മാർക്കഡ് വിത്ത് വൈറ്റ് ലൈൻസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ എന്ത് ചെയ്യുക, ഉള്ള സ്പേസ് ഫ്ലോറിൽ വൈറ്റ് ലൈൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവയ്ക്കുള്ള സ്പേസുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇൻഡിക്കേറ്റിംഗ് ദ ഏരിയ കെപ്റ്റ് റിസർവ്ഡ് ഫോർ സ്റ്റോറിങ് ദോസ് മെറ്റീരിയൽസ്. എന്നിട്ട് ഓരോ മെറ്റീരിയൽസും ഏതൊക്കെ പൊസിഷനിലാണ് വെക്കേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യുക, കാണിക്കുക. ABC and VED പ്രിൻസിപ്പിൾസ് ഇൻ സ്റ്റോർ മാനേജ്മെൻറ്റ്. സ്റ്റോർ മാനേജ്മെൻറ്റിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് ABC ആൻഡ് VED പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ ABC പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ABC അനാലിസിസ് എന്ന് പറയുന്നത്. ABC അനാലിസിസ് ഈസ് എ കാറ്റഗറൈസേഷൻ ടെക്നിക്. അതായത് ABC അനാലിസിസ് എന്ന് പറയുന്നത്
മെറ്റീരിയൽസിനെ ഓരോ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ABC അനാലിസിസ് ഡിവൈഡ്സ് ആൻഡ് ഇൻവെൻട്രി ഇൻറ്റു 3 കാറ്റഗറീസ്. നമ്മുടെ മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്ന മെറ്റീരിയൽസാണ് നമ്മുടെ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അവയെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. എ ഐറ്റം വിത്ത് വെരി ടൈറ്റ് കൺട്രോൾ ആൻഡ് അക്യുറേറ്റ് റെക്കോർഡ്സ്. എ ഐറ്റം എന്ന് പറയുന്നത് അത്രത്തോളം ടൈറ്റ് കൺട്രോൾ, നല്ല രീതിയിൽ അവരുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ അക്യുറേറ്റ് ഉള്ള റെക്കോർഡ്സും കാര്യങ്ങളും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഐറ്റംസാണ് എ കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ തന്നെ ബി ഐറ്റംസ് വിത്ത് ലെസ് ടൈറ്റ്ലി കൺട്രോൾഡ് ആൻഡ് ഗുഡ് റെക്കോർഡ്സ്. ബി ഐറ്റം എന്ന് പറയുമ്പോൾ എ ഐറ്റത്തിൻ്റെ അത്ര തന്നെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ പർച്ചേസിങ്ങും സപ്ലൈ ഒക്കെ. എന്നാലും ഒരു കൺട്രോൾ വേണേനും അതുപോലെ തന്നെ നല്ല രീതിയിൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം. ആൻഡ് സി ഐറ്റംസ് വിത്ത് ദ സിംപ്ലസ്റ്റ് കൺട്രോൾ പോസിബിൾ ആൻഡ് മിനിമൽ റെക്കോർഡ്സ്. സി ഐറ്റംസിന് ചെറിയ രീതിയിലൊക്കെ കൺട്രോൾ കൊടുത്താൽ മതി, അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ റെക്കോർഡ്സൊക്കെ കീപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഓരോ മെറ്റീരിയൽസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ എ കാറ്റഗറിയിൽ, അതിലും കുറവ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസിനെ ബി കാറ്റഗറിയിൽ, അതുപോലെ തന്നെ തീരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് മെറ്റീരിയൽസിനെ സി കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടാണ് ABC അനാലിസിസ് പറയുന്നത്. The ABC analysis provides a mechanism for identifying the items that will have a significant impact on overall inventory cost. അതായത് ABC അനാലിസിസ് എന്ന് പറയുന്ന മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഇതിൽ അനാലിസിൽ വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഓവറോൾ ഇൻവെൻട്രി കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. വിൽ ഓൾസോ പ്രൊവൈഡിങ് എ മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റോക്ക് ദാറ്റ് വിൽ റിക്വയർ ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾസ്. ഏറ്റവും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ട മെറ്റീരിയൽസ്, അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ട മെറ്റീരിയൽസും, അതുപോലെ തന്നെ തീരെ കൺട്രോൾ വേണ്ടാത്ത മെറ്റീരിയൽസും ഇവയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ABC അനാലിസിസ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. The ABC analysis suggests that inventories of an organization are not of equal value. ABC അനാലിസിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാത്തിനും ഒരേ വാല്യൂ ആവില്ല എന്നാണ്. Thus the inventory is grouped into 3 categories, A, B and C in order of their estimated importance. അവയുടെ എസ്റ്റിമേറ്റ് ചെയ്ത ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ അവയെ 3 രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എ ഐറ്റംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ. എ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന് എത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്, മെറ്റീരിയൽസാണ്. ബിക്കോസ് ഓഫ് ദ ഹൈ വാല്യൂ ഓഫ് ദീസ് എ ഐറ്റംസ് ഫ്രീക്വൻറ്റ് വാല്യൂ അനാലിസിസ് ഈസ് റിക്വയർഡ്. ഹൈ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുമ്പോൾ അതായത് ആ മെറ്റീരിയൽസിന് അത്രയും കോസ്റ്റ് കൂടുതലായതുകൊണ്ടാണ് അവയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്രത്തോളം കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ യൂസും വേസ്റ്റേജൊക്കെ അത്രത്തോളം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എ ഐറ്റം എന്ന് പറയുമ്പോൾ ഹൈ വാല്യൂ വരുന്ന ഐറ്റംസ് ആണ്. Frequent value analysis is required. In addition to that, an organization needs to choose an appropriate order pattern, okay, to avoid excess capacity. B items are important, but of course less important than A items and more important than C items. B items എന്ന് പറയുമ്പോൾ A ഐറ്റംസിനെ നോക്കുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും സിയിൽ വരുന്ന ഐറ്റംസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമാണ്. ഓക്കെ, ആൻഡ് സി ഐറ്റംസ് ആർ മാർജിനലി ഇമ്പോർട്ടൻറ്റ്. സി ഐറ്റം എന്ന് പറയുന്നത് തീരെ ഒഴിവാക്കി വിടേണ്ട കേസല്ല, എങ്കിലും ചെറിയൊരു കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക VED പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ VED അനാലിസിസ്. VED എന്ന് പറയുന്നത് വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ എന്നാണ് പറയുന്നത്. അതായത് VED അനാലിസിസ് ഇസ് ബേസ്ഡ് ഓൺ ക്രിട്ടിക്കൽ വാല്യൂ ആൻഡ് ഷോർട്ടേജ് കോസ്റ്റ് ഓഫ് ദ ഐറ്റംസ്. VED അനാലിസിസ് അല്ലെങ്കിൽ VED പ്രിൻസിപ്പിൾ പറയുന്നത് ഓരോ മെറ്റീരിയൽസിൻ്റെയും ഇമ്പോർട്ടൻസ്, ആവശ്യകതയുടെ ബേസിലാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദെയർ ക്രിട്ടിക്കാലിറ്റി ദ ഐറ്റംസ് കുഡ് ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്, വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. അതാണ് VED എന്ന് പറയുന്നത്. വൈറ്റൽ എന്ന് പറയുമ്പോൾ സുപ്രധാനമായിട്ടുള്ള അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യമുള്ള മെറ്റീരിയൽസാണ്, അതുപോലെ തന്നെ ഡിസൈറബിൾ എന്ന് പറയുമ്പോൾ
ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ്. ഓക്കെ, ഇങ്ങനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസിനെ. ABC അനാലിസിസിൽ അതിൻ്റെ കോസ്റ്റ്, മെറ്റീരിയൽസ് കോസ്റ്റ് കൂടിയത്, അതിലും കുറവുള്ളത്, അതിലും കുറവുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോസ്റ്റുള്ള മെറ്റീരിയൽസാണ് A ഐറ്റത്തിൽ വരുന്നത്. അപ്പോൾ അതിനെ അത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ കോസ്റ്റിന് അത് അത്രത്തോളം ബാധിക്കും. ഓക്കെ, അതാണ് ABC അനാലിസിസിൽ പറയുന്നത്. VED അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഡിസൈറബിൾ ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ്, ഇങ്ങനെ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ABC അനാലിസിസിൻ്റെയും അതുപോലെ തന്നെ VED അനാലിസിസിൻ്റെയും ബേസിലാണ് സ്റ്റോറിൽ നമ്മുടെ മെറ്റീരിയൽസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോർ കീപ്പർ സ്റ്റോർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് അത്യാവശ്യമുള്ള മെറ്റീരിയൽസ് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ, അതുപോലെ തന്നെ ആവശ്യമുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ട മെറ്റീരിയൽസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഓരോ മെറ്റീരിയൽസും പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ, അതുപോലെ തന്നെ നല്ല പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസും സ്റ്റോറേജ് സ്പേസൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നല്ല ക്ലിയറിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു സ്റ്റോർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോർ കീപ്പറുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്.